ഹലോ ഫ്രണ്ട്സ്, ചെറിയൊരു സെയിൽ വീഡിയോ ആണ്. സെയിൽ വീഡിയോ ഇടാനുള്ള ഒരിതിലല്ല. എനിക്ക് ഷോൾഡർ പെയിനായിട്ട് അന്ന് വീഴ്ചയിൽ പറ്റിയതാണ്. ഇതുവരെയും ഒരു എക്സ്റേ എടുക്കാനോ ഒന്നും ഹോസ്പിറ്റലുകാർ പറയാതിരുന്നു. ഇപ്പോൾ കുറവില്ലാത്തത് കാരണം ഞങ്ങൾ ഒരു ആയുർവേദത്തിലാണ് കൊണ്ടുപോയി കാണിച്ചത്. അപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ ഷോൾഡറിന് അല്പം മാറിയിരിക്കുവാണ്. അതാണ് എനിക്ക് വേദനയും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ആയുർവേദത്തിൽ കാണിക്കുവാണ്. അപ്പോൾ ഒത്തിരി പണികളൊന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല എനിക്ക്. അതുകൊണ്ടാണ് ട്യൂബേഴ്സ് വലുതായിട്ട് സെയിലിനായിട്ടില്ലാത്തത്. അപ്പോൾ കുറച്ച് ആമ്പലും കുറച്ച് ഐഡിയ അറിയാത്ത ട്യൂബേഴ്സും പിന്നെ യെല്ലോ പിയോണിയും ക്യാമിലയുടെ 2-3 ട്യൂബറും ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ഇസ്ലാമൊറാഡയുടെ ഒരു പ്ലാന്റാണ്. ഇതിന് 75 രൂപയാണ്. ഫ്ലവറിങ് പ്ലാന്റാണ്. അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇത് ഇലയിൽ നിന്നും തൈകൾ കിട്ടുന്നതാണ്. ഒരുപാട് തൈകൾ കിട്ടും. ഇതുപോലൊരു വലിയ ടബിൽ വെച്ചാൽ അതിൽ നിന്ന് തന്നെയും വീണ് ഇല കമഴ്ത്തി ഇട്ട് കൊടുത്താൽ മതി. അത് തന്നെയും ഇഷ്ടം പോലെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എനിക്ക് താമര വയ്ക്കാൻ സ്പേസ് ഇല്ലാത്തത് കാരണമാണ് ഞാനിതെല്ലാം സെയിൽ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞാനിത് സെയിൽ ചെയ്യാതെ വയ്ക്കുമായിരുന്നു. അത്രയ്ക്കും ഭംഗിയാണ്. എപ്പോഴും പൂക്കുന്ന വെറൈറ്റിയാണ് ഇസ്ലാമൊറാഡ. ബ്ലൂ ബേസിൽ അങ്ങനെ കുറച്ച് വെറൈറ്റീസാണ് എന്നും പൂക്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഇസ്ലാമൊറാഡയുടെ ഒരു പ്ലാന്റ് ഉണ്ട്. ഇത് ഇസ്ലാമൊറാഡ തന്നെയാണ്. ഇത് 2-3 ദിവസമായ പ്ലാന്റാണ്. അപ്പോൾ ഇതും സെയിലിനായിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ് ഉണ്ട്. പിന്നെ അടുത്തത് പിങ്ക് ഫ്ലമിങ്ങിൻ്റെ ഒരു പ്ലാന്റും കൂടെ ഉണ്ട് കേട്ടോ. ഒന്നുകൂടെ ഉണ്ട്. ഈ ഒരു പ്ലാന്റ് ഉണ്ട്. ഇതിന് 150 രൂപയാണ്. ഇത് അറോറ എന്ന വെറൈറ്റിയാണ്. ഇതിന് 300 രൂപയാണ്. ഫ്ലവറിങ് പ്ലാന്റാണ്. ഇത്രയും വലിയ പ്ലാന്റാണ്. ബഡുകളൊക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. പിന്നെ ഇത് പർപ്പിൾ ജോയ് എന്ന വെറൈറ്റിയാണ്. ഇതിന് 200 രൂപയാണ്. ഇത് പനാമ പസഫിക്കാണ്. ഇന്ന് വിരിഞ്ഞിട്ടില്ല. ഇതിന് 130 രൂപയാണ്. പിന്നെ ഇത് പിങ്ക് ഫ്ലമിങ്ങിൻ്റെ അടുത്തൊരു പ്ലാന്റും കൂടെ ഉണ്ട്. അപ്പോൾ 2 പേർക്ക് കൊടുക്കാനായിട്ടുണ്ട്. പിങ്ക് ഫ്ലമിങ്. ഇത് ഐഡിയ അറിയാത്ത 2 ട്യൂബറാണ്. ഇത് ഒരു വലിയ ട്യൂബറാണ്. ഇതിന് 130 രൂപയാണ്. ഈ ഒരു പ്ലാന്റ് ഉണ്ട്. ഈ ഒരു ഗ്രോ ടിപ്പ് ഇവിടെയും ഉണ്ട്. ഇതിന് 30 രൂപയാണ്. ഇപ്പോൾ നല്ല വെയിലാണ്. ഒത്തിരി വെയിലൊന്നും കൊള്ളാൻ പാടില്ല. അതുകൊണ്ടാണ് രാവിലെ വെള്ളം ഒഴിക്കാനും പറ്റിയിട്ടില്ല. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോൾ. അപ്പോൾ ഇത് കുളറാട്ടയുടെ പർപ്പിൾ കുളറാട്ടയുടെ ഒരു പ്ലാന്റാണ്. ഇതിനും 75 രൂപ തന്നെയാണ്. താഴെ കുറച്ച് 2 വെറൈറ്റിയുടെ ട്യൂബർ കൂടെ ഉണ്ട്. അതുകൂടെ കാണിച്ച് തന്നേക്കാം. ഇതിന് ക്യാമിലയുടെ ഒരു 4 ട്യൂബറുണ്ട്. ട്യൂബറല്ല, റണ്ണർ ഫോമിലാണ് 3 എണ്ണം. അപ്പോൾ ഇത് 140 ഇട്ട് കൊടുക്കുന്നതായിരിക്കും. ഈ ഫോമിലായതുകൊണ്ടാണ് റേറ്റ്. ഇല്ലെങ്കിൽ നല്ല റേറ്റ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ അടുത്തതായിട്ട് യെല്ലോ പിയോണിയുടെ ഒരു 4 ട്യൂബറുണ്ട്. അത് 130 ഇട്ട് കൊടുക്കുന്നതായിരിക്കും. ഞാനിത് ട്യൂബേഴ്സ് എല്ലാം അകത്ത് വയ്ക്കുന്നത് എലിയുടെ നല്ല ഉപദ്രവമുണ്ട്. എന്ന് വെച്ചാൽ ടെറസിൻ്റെ മുകളിൽ രാത്രി ആയാൽ എല്ലാം കയറി തിന്ന് നശിപ്പിച്ചിട്ടേക്കും. എൻ്റെ ട്യൂബേഴ്സൊക്കെ ഒത്തിരി നഷ്ടമായി എനിക്ക്. അതിന് ശേഷം ഞാൻ അകത്താണ് എടുത്ത് വയ്ക്കുന്നത്. അബദ്ധവശാൽ എന്തെങ്കിലും നമ്മൾ മറന്നു പോയാൽ അന്നത്തെ കാര്യം പോക്കാണ്. അതുകൊണ്ട് ഞാൻ കഴിവതും എനിക്ക് സെയിലായി കിടക്കുന്നതൊക്കെ ഞാൻ അകത്തേ വയ്ക്കാറുള്ളൂ. നാളെ ഇനി അല്ലെങ്കിൽ എൻ്റെ ക്യാഷ് ഞാൻ കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ എലിയുടെ ശല്യം ഒത്തിരി ഉണ്ട് എനിക്കിവിടെ. കാക്കയൊക്കെ വന്ന് കുളിച്ച് മറിച്ചിട്ടിട്ട് നമ്മുടെ ചെടി നഷ്ടമായിട്ട് പോവേ ഉള്ളൂ, കൊത്തി ഒക്കെ ഇട്ടിട്ട്. പക്ഷേ ഈ എലിയാണെങ്കിൽ ആ ട്യൂബറിനെയൊക്കെ എടുത്തുകൊണ്ട് പോയി തിന്ന് നശിപ്പിച്ച് ഇട്ടേക്കും. അതാണ് അവസ്ഥ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല വെയിൽ കാരണമാണ് ഞാൻ പെട്ടെന്ന് ഇറങ്ങിയത്. ഇന്നും കൂടി ഇനി ഒഴിച്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് ഷോൾഡർ തെന്നി മാറിയിരിക്കുകയാണ് ഞാൻ എക്സ്റേ എടുത്തപ്പോൾ. അപ്പോൾ അതിന് ഷോൾഡർ കെട്ടി വയ്ക്കണമെന്ന് പറഞ്ഞ് അതെന്നാണോ നാളെ മുതലാണോ എന്ന് അറിയില്ല. അപ്പോൾ അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ കിടപ്പുണ്ട്. അതൊന്നും ചെയ്യാനും കഴിയാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഒരുപാട് വീഡിയോ നീട്ടുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.